ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വെടിവെപ്പ് 5 വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റു. ഭീകരാക്രമണമെന്ന് സംശയിക്കുന്നതായി സേന. വിവരങ്ങളുമായി ലക്ഷ്മി ബാലചന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ലക്ഷ്മി, ഇത് ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈ വിനോദസഞ്ചാരികൾ എവിടെ നിന്നെത്തിയവരാണ്? അഖില, ജമ്മു കശ്മീരിലെ പഹൽഗാമിലാണ് അല്പസമയത്തിന് മുൻപ് വെടിവെപ്പുണ്ടായത്. പഹൽഗാമിലെ ടൂറിസ്റ്റ് റിസോർട്ട് പരിസരത്തുള്ള ഒരു പുൽമേടിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. വെടിയൊച്ച കേട്ടതായി റിപ്പോർട്ടുണ്ട്. ഈ വിനോദസഞ്ചാരികളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. 5 വിനോദസഞ്ചാരികൾക്കാണ് ഇതിൽ പരിക്കേറ്റതെന്നാണ് പറയുന്നത്. ഭീകരാക്രമണമെന്ന് സംശയിക്കുന്നതായിട്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണത്തിന് പിന്നിലുള്ളത് ആരാണെന്നും വ്യക്തമായിട്ടില്ല. പ്രദേശത്തേക്ക് കാൽനടയായോ അല്ലെങ്കിൽ കുതിരകളിലോ ഒക്കെ മാത്രമേ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലൊരു പുൽമേടിലാണ് ആക്രമണം ഉണ്ടായത്. ടൂറിസത്തിന് വളരെയേറെ പേര് കേട്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം. PTIയുടെ റിപ്പോർട്ട് പ്രകാരം ഭർത്താവിന് തലയ്ക്ക് വെടിയേറ്റിട്ടുണ്ട്, മറ്റ് 7 പേർക്കും കൂടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സ്ത്രീ വിളിച്ചു എന്നാണ് PTI ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിൽ അത് ആരാണെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വന്നിട്ടില്ല. പഹൽഗാം ടൂറിസ്റ്റ് പട്ടണത്തിലെ ബൈസരൻ പുൽമേടുകളിലാണ് വെടിയൊച്ച കേട്ടത്. സുരക്ഷാ സേന അല്പസമയത്തിന് മുൻപാണ് അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. അഖില, ശരി ലക്ഷ്മി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വെടിവെപ്പിൽ 5 വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ലക്ഷ്മി ബാലചന്ദ്രൻ. പശ്ചിമ ബംഗാളിൽ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ച മുർഷിദാബാദിൽ മമതാ ബാനർജി എത്തും. മെയ് ആദ്യവാരം കലാപബാധിത മേഖലകൾ സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്തും. സംഘർഷത്തിന് കാരണം ഔട്ട്സൈഡേഴ്സ് ആണെന്ന് മമതാ ബാനർജി ആരോപിച്ചു. വിവരങ്ങളുമായി ശരത് ലാൽ ഉണ്ട്. ശരത് ലാൽ, ബംഗാൾ ഗവർണർ പ്രശ്നബാധിത പ്രദേശം സന്ദർശിക്കാൻ എത്തിയപ്പോൾ പോകരുതെന്ന നിലപാടായിരുന്നു മമത അന്ന് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ മമത സംഘർഷബാധിത പ്രദേശത്തേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, മമത സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാതിരിക്കുന്നതിനെ വളരെ രൂക്ഷമായ വിമർശനമാണ് BJP അതുപോലെ മറ്റു ഹിന്ദു സംഘടനകളും ഉയർത്തിയിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ന് പ്രത്യേക പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ഞാൻ മുർഷിദാബാദ് സന്ദർശിക്കുമെന്നും അഭയാർത്ഥി കേന്ദ്രങ്ങൾ സന്ദർശിക്കുമെന്ന് മമത പ്രഖ്യാപിച്ചത്. ഇത് സംബന്ധിച്ച സുരക്ഷാ അറേഞ്ച്മെന്റുകൾക്ക് വേണ്ടിയാണ് മെയ് ആദ്യവാരം താൻ മുർഷിദാബാദിൽ എത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചത്. ഏതായാലും മമത ഈ കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാത്തത് മമതയുടെ ഹിന്ദു വിരുദ്ധ മനസ്സാണെന്നായിരുന്നു ഹിന്ദു സംഘടനയുടെ ആരോപണം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പ്രഖ്യാപനം മമതാ ബാനർജി നടത്തിയത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഗവർണർ ആനന്ദ് ബോസ് ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുകയും കലാപത്തിന് ഇരയായവരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മമത ഈ സ്ഥലം സന്ദർശിക്കാത്തതാണ് പ്രതിഷേധം ഉയർത്തത്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മമതയെ സംബന്ധിച്ചിടത്തോളം മുർഷിദാബാദിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നത്. ഇതും കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ മെയ് ആദ്യവാരത്തിൽ താൻ ഈ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്ത് സന്ദർശനം നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചത്. അഖില, ഈ ആദ്യവാരം മുർഷിദാബാദിലേക്ക് മമതാ ബാനർജി എത്തും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകം CBI സംഘം കൊലപാതകം നടന്ന വീട്ടിൽ കൊല്ലപ്പെട്ട വിജയകുമാർ മീര ദമ്പതികളുടെ മകനായ ഗൗതത്തിന്റെ മരണത്തിൽ നേരത്തെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. CBI ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, മകന്റെ മരണത്തിൽ CBI അന്വേഷണം തുടങ്ങുന്ന പ്രാരംഭഘട്ടത്തിലായിരുന്നു മാതാപിതാക്കളുടെ ഈ അരുംകൊല. ഇപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണോ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, അത്തരത്തിലുള്ള ചില ആരോപണങ്ങളും അല്ലെങ്കിൽ സംശയങ്ങളും കൂടി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ 2 സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ. എന്തായാലും ആ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് CBI സംഘം ഇങ്ങോട്ടേക്ക് എത്തി അന്വേഷണത്തിന് പ്രാരംഭം കുറിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള CBI സംഘം ഈ കൊലപാതകം നടന്ന തിരുവാതിക്കലെ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുകയുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നുള്ള CBI സംഘമാണ് എത്തുകയുണ്ടായത്. ഈ 2017, അതായത് ഒരു 8 വർഷത്തോളം മുമ്പ് 2017
2017 ജൂൺ മാസം 2-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ മകൻ ഗൗതമിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായത്. ഈ വിജയകുമാറിൻ്റെയും മീരയുടെയും മകനാണ് ഗൗതം. അന്ന് ഇവിടെ ഏറ്റുമാനൂരിന് സമീപം ഒരു റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ ഗൗതത്തിനെ കാണപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അതൊരു ആത്മഹത്യയാകാം എന്നുള്ളൊരു അനുമാനത്തിലാണ് എത്തുകയുണ്ടായത്. പക്ഷേ വിജയകുമാറും മീരയും അടക്കമുള്ള അവരുടെ രക്ഷിതാക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ അതിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് പിന്നീട് രംഗത്ത് വന്നു. അതൊരു കേവലം ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന രീതിയിൽ സംശയമുള്ളതായിട്ടായിരുന്നു കുടുംബത്തിൻ്റെ ആരോപണം. പ്രത്യേകിച്ച് ഗൗതം അന്ന് മരിച്ച നിലയിൽ കാണപ്പെട്ടപ്പോൾ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. ശരീരമാസകലം മുറിവുകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗൗതമിൻ്റെ കാറ് ആ ട്രാക്കിന് സമീപത്ത് തന്നെ കണ്ടെത്തുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് സംശയം ജനിപ്പിച്ചത് വീട്ടുകാരെ. തുടർന്ന് വീട്ടുകാർ കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടത്തി. ഹൈക്കോടതിയിൽ നിന്നും CBI ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 3 മാസം മുമ്പ് കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം CBI അന്വേഷണം ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. അതൊരുപക്ഷെ അതിനുള്ള നടപടിക്രമങ്ങളിലായിരുന്നിരിക്കാം. എന്തായാലും ആ പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അമ്മയുടെയും അച്ഛൻ്റെയും, അതായത് വിജയകുമാറിൻ്റെയും മീരയുടെയും മരണം കൂടി ഇന്ന് സംഭവിക്കുകയുണ്ടായത്. എന്തായാലും ഈ സംഭവത്തിലും അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ഗൗതമിൻ്റെ മരണവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായിട്ടും CBI അന്വേഷിക്കുന്നുണ്ടാവുക. CBI സംഘം ഇപ്പോൾ അകത്ത് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെ ചർച്ച നടത്തുകയും അവിടെ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയാണ്. എന്തായാലും ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളതാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായത്. ആ സംഭവം അല്ലെങ്കിൽ ഈ കൊലപാതക സംഭവത്തിൽ എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഉപോത്ഫലകമായിട്ടുള്ള തെളിവുകൾ ഈ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ലഭ്യമായിട്ടുണ്ട് പോലീസിന് എന്നും SP വിവരം ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോടാലി പോലെയുള്ള ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കാര്യം വ്യക്തത വന്നിട്ടുണ്ട്. കോടാലിയുടെ പുറംഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഈ ഗൃഹനാഥൻ്റെ മുഖം അടിച്ച് വികൃതമാക്കപ്പെടുത്തി അത്തരത്തിലാണ് കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ മീരയെയും ആ രീതിയിൽ തന്നെ കോടാലി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മുറിപ്പെടുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടുപേരുടെയും മുഖം ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. മുഖം വികൃതമാക്കപ്പെട്ട രീതിയിലായിരുന്നു. മൃതദേഹങ്ങൾ വിവസ്ത്രമാക്കപ്പെട്ട രീതിയിലുമായിരുന്നു ഇതിനുള്ളിൽ നിന്നും കണ്ടെത്താനായിട്ട് സാധിക്കുകയുണ്ടായത്. ഒപ്പം ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ച കോടാലി ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. പ്രതി ഇവിടെ എത്തിയത് മതിൽ ചാടിയാണ്. ഗേറ്റ് ഓട്ടോമാറ്റിക് ഗേറ്റാണ്, അത് ഉപയോഗിക്കാതെ മതിൽ ചാടിയാണ് അകത്തെത്തിയത്. തുടർന്ന് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രധാന വാതിലിന് സമീപത്തെ ജനാല തുറക്കുകയും ജനാലയ്ക്കുള്ളിൽ കൂടി കൈയിട്ട് വാതിൽ തുറക്കുകയുമായിരുന്നു. അങ്ങനെ അകത്ത് കയറിയതിനു ശേഷമാണ് കൊലപാതകം നടത്തിയത്. രാവിലെ ജോലിക്കെത്തിയ ജോലിക്കാരിയാണ് ഇവരുടെ മൃതദേഹം ആദ്യമായിട്ട് കാണുന്നത്. ഈ കൊലപാതകമാണ് നടന്നത്. ആശയക്കുഴപ്പങ്ങളുടെ ചുരുളഴിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സംഭവസ്ഥലത്ത് CBI ഉദ്യോഗസ്ഥരും എത്തിയിരിക്കുന്നു. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകൾ നമുക്ക് ലഭിക്കും. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. കോട്ടയം തിരുവാതുക്കലിൽ ദമ്പതികളെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെന്ന സംശയം. 2 മൃതദേഹങ്ങളും വികൃതമാക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. കൊലപാതക ശേഷം CCTV ദൃശ്യം റെക്കോർഡ് ചെയ്യുന്ന DVR മോഷ്ടിച്ചാണ് പ്രതി ഒളിവിൽ പോയതെന്നും പോലീസ് പറയുന്നു. മകൻ ഗൗതമിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് മാതാപിതാക്കളും കൊല്ലപ്പെട്ടത്. CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് 3 പുതുമുഖങ്ങളെ തെരഞ്ഞെടുത്തു. SL സജികുമാർ, സബിത ബീഗം, K സേതുമാധവൻ എന്നിവർ സെക്രട്ടേറിയറ്റിലേക്ക് 12 അംഗ സെക്രട്ടേറിയറ്റിലും ഇനിയും തെരഞ്ഞെടുത്തു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, വിശദാംശങ്ങൾ. 12 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ S സുദേവൻ, ജോർജ് മാത്യു, M ശിവശങ്കരപിള്ള, X ഏണസ്റ്റ്, P തുളസീധരക്കുറുപ്പ്, PA എബ്രഹാം, S വിക്രമൻ, VK അനിരുദ്ധൻ, T മനോഹരൻ, SL സജികുമാർ, K സേതുമാധവൻ, അഡ്വക്കേറ്റ് സബിത ബീഗം എന്നിവരാണ് ഉള്ളത്. ഇതിൽ 3 പുതിയ മുഖങ്ങളെ ഉൾപ്പെടുത്തി. സബിത ബീഗവും അതുപോലെ SL സജികുമാറും K സേതുമാധവൻ എന്നിവരെയാണ് സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തിയത്. CPM-ന്റെ പാർട്ടി സമ്മേളനത്തിന് ശേഷം, സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നടക്കുന്ന ആദ്യ ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഇന്ന് കൂടിയത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലാണ് പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തത്. 3 പേരും പുതുമുഖങ്ങളാണ്. അതിൽ 3 പേരും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്തുന്നത്. 3 പേരും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കാണ് എത്തിയത്. എന്തായാലും 3 പേരെയും അവതരിപ്പിച്ചു. അല്പസമയത്തിനകം MV ഗോവിന്ദൻ മാഷ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.
കണ്ണൂർ ചക്കരക്കല്ലിലെ ബാങ്ക് ക്രമക്കേടിൽ തട്ടിപ്പിനിരയായ ഇടപാടുകാർ പരാതിയുമായി കണ്ണൂർ DCC ഓഫീസിൽ. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിലായിരുന്നു തട്ടിപ്പ്. പ്രശ്നം പരിഹരിക്കുമെന്ന് DCC നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അഖില, ഈ ചക്കരക്കല്ലിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ചക്കരക്കൽ ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച ആളുകൾക്ക് അവർ തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പണം നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാസങ്ങളായി ഈ പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ തരത്തിൽ ബാങ്കിൽ പോവുകയും എന്നാൽ മറ്റൊരു തീയതിയിലേക്ക് അത് മാറ്റിവെക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പല തവണ ഇവർക്ക് ഈ പണം തിരിച്ചു നൽകാനുള്ള തീയതി നൽകുകയും അതിനുശേഷം അവർ അവിടെ നിന്ന് തിരിച്ചു വരേണ്ടിയും വന്നു. ഏറ്റവും ഒടുവിൽ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ ചക്കരക്കൽ CIയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നായിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നത് പണം തിരികെ നൽകാമെന്ന്. എന്നാൽ ഇന്ന് രാവിലെ 8 മണി മുതൽ നിക്ഷേപകർ അവിടെ എത്തിയെങ്കിലും ബാങ്ക് പൂട്ടിക്കിടക്കുന്ന സാഹചര്യമായിരുന്നു. ഇനി മറ്റൊരു വഴിയില്ല എന്ന സാഹചര്യത്തിലാണ് ഏതായാലും ഇപ്പോൾ നിക്ഷേപകർ കണ്ണൂർ DCC ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഈ സൊസൈറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് DCC അംഗം കൂടിയായ മുഹമ്മദ് ഫൈസലാണ്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ DCCയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി DCC വിഷയത്തിൽ ഇടപെട്ടതാണ്. DCC ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നൊരു ഉറപ്പ് നൽകുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഏതായാലും അത് പാലിക്കപ്പെട്ടില്ല എന്ന് കൂടിയാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് ഇവർ ഇപ്പോൾ DCC ഓഫീസിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത്. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ തേക്കിൻകാട് മൈതാനിയിൽ പരിശോധന നടത്തുന്നു. ജില്ലാ കളക്ടർ, കമ്മീഷണർ, തൃശൂർ മേയർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ട്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ K വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, പൂരത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പൂരവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിശോധിക്കുന്നതിനുമായി തേക്കിൻകാട് മൈതാനിയിൽ മന്ത്രി രാജന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടന്നു. മന്ത്രി തന്നെ സംസാരിക്കുന്നു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടിന്റെ അവസാനഘട്ട ആലോചനകൾക്ക് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട MLA ഉണ്ട്, മേയറുണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ട്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ മേധാവിയായിട്ടുള്ള ജില്ലാ കളക്ടറും സിറ്റി കമ്മീഷണറും ഉണ്ട്. 2 ദേവസ്വങ്ങളുടെയും സെക്രട്ടറിമാർ, പാറമേക്കാവ് ദേവസ്വത്തിൻ്റെയും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും സെക്രട്ടറിമാരുണ്ട്. ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥന്മാരും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട നടത്തിപ്പുകാരായിട്ടുള്ള അതിൻ്റെ പണിക്കാരും ഒക്കെ പങ്കെടുത്തുകൊണ്ട് വളരെ വിപുലമായ വിധത്തിൽ കുറച്ച് ദിവസങ്ങളായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു വലിയ മാറ്റം ഉണ്ടായതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പെസോയുടെ ചില നിർബന്ധങ്ങളും അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കമേഴ്സ്യൽ മന്ത്രാലയം, ഇൻഡസ്ട്രീസ് ആൻഡ് കമേഴ്സ്യൽ മന്ത്രാലയം വ്യവസ്ഥകളിൽ വരുത്തിയ പുതിയ 35 കണ്ടീഷനുകളും തൃശ്ശൂർ പൂരം ഉൾപ്പെടെ പൂരങ്ങളുടെ പൊതുവായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ആ സാങ്കേതിക പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടി നിബന്ധനകളിൽ മാറ്റം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നിബന്ധനകളിൽ തന്നെ നേരത്തെ വേലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ആശയം തന്നെ വീണ്ടും ജില്ലാ ഭരണകൂടം, പാറമേക്കാവ്, അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വങ്ങളുമായി ഞങ്ങൾ മന്ത്രിമാർ നടത്തിയ യോഗം ഉൾപ്പെടെയുള്ള യോഗങ്ങളിൽ സംസാരിച്ച് മാഗസീൻ എന്നൊരു പുതിയ പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യാം എന്ന കാര്യമാണ് ആദ്യമായി ആലോചിച്ചത്. ഇപ്പോൾ പുതിയ കണ്ടീഷൻ വെച്ച് മാഗസീനിൽ നിന്ന് 200 മീറ്റർ അകലാവണം എന്നുള്ളതാണ് കണ്ടിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണയാണെങ്കിൽ മാഗസീനിൽ നിന്ന് 45 മീറ്റർ അകലെയാകണം എന്നുള്ളതായിരുന്നു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ ഈ വെടിക്കെട്ട് ഈ 2 നിബന്ധനകളും വെച്ചാൽ ഇതുപോലെ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ മാഗസീൻ എന്ന സങ്കല്പം തന്നെ മാറ്റി വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് മാഗസീൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ മാഗസീൻ എന്ന സങ്കല്പത്തിൽ നിന്ന് തന്നെ മാറാൻ കഴിയും. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി K രാജന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ K വിജയൻ.
ഷൈൻ ടോമുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സിബി മലയിൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വരുമ്പോൾ പല വിധത്തിലുള്ള ആരോപണങ്ങളും വാർത്തകളും സിനിമാ രംഗത്തെ ചുറ്റി വരുമ്പോൾ ഞങ്ങൾ തൊഴിലെടുക്കുന്ന മേഖല ലഹരി വിമുക്തമാണ് എന്ന് ഉറപ്പ് പൊതുസമൂഹത്തിന് കൊടുക്കേണ്ട ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളി യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട്. ആ ഉത്തമ ലക്ഷ്യം മുൻനിർത്തിയാണ് ഞങ്ങൾ അന്ന് എക്സൈസ് കമ്മീഷണർ ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അന്നവിടെ തുടക്കി വെച്ചത്. അതിനുശേഷം വളരെ ഫലപ്രദമായിട്ട് ആ കമ്മിറ്റികൾ എല്ലാ ലൊക്കേഷനിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നുമുണ്ട്. അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ പരാതി ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ സംഘടനകളെയും ബന്ധപ്പെട്ട കൂട്ടത്തിൽ വിൻസി അലോഷ്യസ് ഫെഫ്കയുമായി ബന്ധപ്പെട്ടിരുന്നു. ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു ഞാനുമായി. അപ്പോൾ അവരന്ന് പറഞ്ഞ ഒരു കാര്യം, അവരെ ആരോപണം ഉന്നയിക്കുന്നത് ആർക്കെതിരെയാണോ അയാളുടെ പേര്, ഏത് സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണോ അതുണ്ടായത് ആ സിനിമയുടെ പേര് തുടങ്ങിയ കാര്യങ്ങൾ ഒരു തരത്തിലും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരരുത് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഇതിൻ്റെ നിയമാനുസൃത നടപടി എന്ന് പറയുന്നത് ആ സിനിമയുടെ ICയിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യൂ. ഞങ്ങൾക്ക് ഏതായാലും നിങ്ങൾ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് തരേണ്ടതില്ല. നിങ്ങൾ ICയിൽ പരാതി കൊടുത്താൽ IC അത് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യും എന്നുള്ള ഉറപ്പാണ് നമ്മൾ കൊടുത്തത്. അതിനുശേഷം അവർ ICയിൽ പരാതി കൊടുക്കുന്നുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പരാതി കൊടുത്തു, അമ്മയ്ക്ക് പരാതി കൊടുത്തു, ഫിലിം ചേംബറിൽ പരാതി കൊടുത്തു. ആ പ്രോസസ്സ് നടന്ന് ഇന്നലെ ആയിരുന്നു അതിൻ്റെ IC. ആ ICയുടെ റിപ്പോർട്ട് ഇതുവരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും നിയമാനുസൃതമായ നടപടി എന്ന് പറയുന്നത് ഒരു IC റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആ പടത്തിൻ്റെ നിർമ്മാതാവിനാണ്. ആ നിർമ്മാതാവ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ആ നിർമ്മാതാവാണ്. പക്ഷെ സിനിമ എന്നുള്ളത് ഒരു സിനിമയ്ക്ക് ഒരു നിർമ്മാതാവ് എന്നുള്ളത് കൊണ്ട് നിർമ്മാതാവ് അത് നിർമ്മാതാക്കളുടെ അസോസിയേഷന് കൈമാറും. അവരാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ ഇന്നലെ അമ്മയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു. അവരെ ഞങ്ങൾ ക്ഷണിച്ച് ഞങ്ങളുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. അമ്മയുടെ പ്രതിനിധികളായിട്ട് ഞങ്ങളുടെ ഒപ്പം ചർച്ചയിൽ പങ്കെടുത്തത് സരയു, അൻസിബ, വിനു മോഹൻ എന്നിവരായിരുന്നു. ഫോണിലൂടെ ഞങ്ങൾ ശ്രീ മോഹൻലാലുമായിട്ട് സംസാരിച്ചു, ശ്രീ ജയൻ ചേർത്തലയായിട്ടും സംസാരിച്ചു. അപ്പം ഞങ്ങൾ അവരോട് അറിയിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇത്തരത്തിൽ സിനിമാ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ലഹരി വിരുദ്ധ നമ്മൾ തൊഴിലിടം ലഹരി മുക്തമാണ് എന്നുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഇങ്ങനെയുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതികൾ അമ്മയുടെ അംഗങ്ങൾ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചു അവർ. ഇത് ഞങ്ങളുടെ അംഗങ്ങൾക്കും ബാധകമാണ് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മേക്കപ്പ് മാൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, RJ വയനാട്, അയാളെ ലഹരിയുമായി അയാളെ പിടിക്കപ്പെട്ടപ്പോൾ ആ ദിവസം തന്നെ അയാളെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. അദ്ദേഹം വർക്ക് ചെയ്ത സിനിമ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് കോതമംഗലത്ത്, അല്ലേ, ടിക്കി ടാക്ക. അതിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ കർശനമായ നടപടികൾ ഞങ്ങളുടെ അംഗങ്ങൾക്ക് എതിരെ സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്ടറിൽ നിന്ന് ഇതുണ്ടാകുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണുമ്പോൾ തൊട്ടു മുമ്പ് ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയെ ഇവിടെ വിളിച്ചു വരുത്തി. ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയായിട്ട് സംസാരിച്ചു. അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ആ സംഘടനാ മര്യാദ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രൊഫഷണലായിട്ടുള്ള അസിസ്റ്റൻസ് തേടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഈ ശീലത്തിൽ നിന്ന് വെളിയിൽ വരാൻ അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളോടും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശീലത്തിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്.
അതിൽ നിന്ന് അദ്ദേഹം തിരുത്തണം. അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ്. ഒരു തരത്തിലും ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ അംഗങ്ങളാവട്ടെ ആരുമാവട്ടെ. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സിനിമ നിർമ്മാണം 45% കുറഞ്ഞിട്ടുണ്ട്. 45% കുറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നിർമ്മാതാക്കൾ തുടങ്ങിയവർ മലയാള സിനിമയിൽ മുതൽ മുടക്കാൻ ഇപ്പോൾ അത്രയധികം തയ്യാറാവുന്നില്ല. കാരണം എന്താണ്? കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ പൂർണ്ണമായും വരുന്ന ഒരു ചിത്രം എന്താണ്? മലയാള സിനിമയിൽ ഡ്രഗ് കാർട്ടൽ ഭയങ്കരമായിട്ട് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഒന്നിനു പുറകെ മറ്റൊന്നായി വരുന്ന വാർത്തകൾ ചേർന്ന് അങ്ങനെ ഒരു പൊതുചിത്രം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് മാധ്യമങ്ങളെ പഴിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഇൻഡസ്ട്രി, ഈ വ്യവസായം അടുത്ത 2-3 മാസത്തിനുള്ളിൽ പൂർണ്ണമായും നിശ്ചലമായാൽ പോലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലാണ് പ്രൊഡക്ഷൻ താഴോട്ട് പോകുന്നത്. OTT പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിലെമ്പാടും സിനിമ എടുക്കുന്നതിൽ വളരെ കർശനമായ വ്യവസ്ഥ കൊണ്ടുവരുന്നു. മലയാള സിനിമയിൽ അതിനെയാണ് അത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത്. അപ്പം മുതൽ മുടക്കാൻ ആളുകളില്ല, റവന്യൂ വെർട്ടിക്കലുകൾ മോശമാകുന്നു. പിന്നെ ഈ വ്യവസായത്തിൻ്റെ നിലനിൽക്കുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് ഉണ്ടാകുന്ന പൊതുചിത്രം ഒട്ടും പ്രോത്സാഹനജനകമല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത്തരം പെരുമാറ്റ ശീലങ്ങളുള്ള ആളുകളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹമായിട്ട് തുറന്ന് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നുള്ളതാണ്. ഷൈൻ പ്രതിഭാധനനായ ആക്ടറാണ്, ചെറുപ്പക്കാരനാണ്. നമ്മൾ കുറ്റവാളികളെ കാണുന്നത് പോലെയല്ല ഇങ്ങനെയുള്ളവരെ കാണേണ്ടത്. ഇങ്ങനെ ഉള്ള ശീലങ്ങളിൽ അടിപ്പെട്ടു പോകുന്നവരെ അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ ആ മാനുഷികമായിട്ടുള്ള നിലപാടിനെ ദൗർബല്യമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. കർക്കശമായ സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ പരിഹരിച്ച് വന്നാൽ മാത്രമേ അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കൂ. അത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര അയച്ചിരിക്കുന്നത്. ആ ഉറപ്പ് അദ്ദേഹം പാലിച്ചാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും നല്ലൊരു നടനെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും. പാലിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്കും അദ്ദേഹത്തിനും ഒരുപോലെ ദുഃഖകരമായ തീരുമാനങ്ങളിലായിരിക്കും അത് കലാശിക്കുക. ഇത് ഒരു ഷൈൻ ടോം ചാക്കോയിൽ ഒതുങ്ങുന്നില്ല എന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് ഒരു സിംറ്റം മാത്രമാണ്. ഒരുപാട് ആളുകളുണ്ട്. അതായത് മറ്റുള്ളവരുടെ സമയത്തിനും അധ്വാനത്തിനും ഒട്ടും വില കൽപ്പിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ ഉള്ളവരെ കുറിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരാതികൾ ഫെഫ്കയ്ക്കും നിർമ്മാതാക്കളുടെ അസോസിയേഷനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവരെ എല്ലാം വരുന്ന ദിവസങ്ങളിൽ നേരിട്ട് കാണാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പരാതികളുള്ളവരെ നേരിട്ട് വിളിച്ചു വരുത്തുവാനും കാണുവാനും സംസാരിക്കുവാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഇവിടെ ഒരു ശുദ്ധീകരണം എന്ന വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഒരു തിരുത്തലെങ്കിലും ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്നു മുതൽ എല്ലാ ലൊക്കേഷനിലും ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ദിസ് വർക്ക് സ്പേസ് ഈസ് ഡ്രഗ് ഫ്രീ എന്ന് പറയുന്ന ക്യാമ്പയിൻ. നാളെ മുതൽ നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് കിട്ടിത്തുടങ്ങും. ഇന്ന് സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ അതുണ്ടായി. ജയസൂര്യ, മിഥുൻ മാനുവൽ നിർമ്മിക്കുന്ന ജയസൂര്യയുടെ ലൊക്കേഷനിൽ അത് ഉണ്ടായിട്ടുണ്ട്. എബ്രിഡ് ഷൈൻ്റെ ലൊക്കേഷനിൽ അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഉണ്ടായിരിക്കുന്നത്? ആസിഫ് അലിയുടെ ലൊക്കേഷനിൽ ഇന്നിപ്പോൾ വൈകുന്നേരം അതുണ്ടാവും. അതിൻ്റെ ചിത്രങ്ങളെല്ലാം നാളെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. വീഡിയോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ചെറിയ
ഈ ഷോർട്ട് ഫിലിമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും പൊതുസമൂഹം ഇപ്പോൾ എടുക്കുന്നൊരു നിലപാടുണ്ടല്ലോ, കേരളം ലഹരി വിമുക്തമാകണം എന്നുള്ളത്. അതിനൊപ്പമാണ് ഞങ്ങൾ ഏതായാലും നിശ്ചയദാർഢ്യത്തോടെ ഞങ്ങളുടെ തൊഴിലിടത്തെയും ലഹരിമുക്തമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങളിപ്പോൾ. അത് ആത്മാർത്ഥമായി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്, കാർക്കശ്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. അതോടൊപ്പം മാനുഷികമായ പരിഗണനകൾ മുമ്പിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നടൻ ഷൈൻ ടോം ചാക്കോയെ സിനിമയിൽ താൽക്കാലികമായി മാറ്റി നിർത്തുമെന്ന് ഫെഫ്ക. വിവാദങ്ങളിൽ നടൻ ഷൈനിനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി. ലഹരി വിമുക്തി നേടി തിരിച്ചെത്തിയാൽ സഹകരിക്കുമെന്നും ഫെഫ്ക. ഇത്തരം പെരുമാറ്റ ശീലങ്ങളുള്ള ആളുകളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നുള്ളതാണ്. ഷൈൻ പ്രതിഭാധനനായ ആക്ടറാണ്, ചെറുപ്പക്കാരനാണ്. നമ്മൾ കുറ്റവാളികളെ കാണുന്നത് പോലെയല്ല ഇങ്ങനെയുള്ളവരെ കാണേണ്ടത്. ഇങ്ങനെ ഉള്ള ശീലങ്ങളിൽ അടിപ്പെട്ടു പോകുന്നവരെ അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ ആ മാനുഷികമായിട്ടുള്ള നിലപാടിനെ ദൗർബല്യമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. കർക്കശമായ സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ
പരിഹരിച്ച് വന്നാൽ മാത്രമേ അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കൂ. അത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. കോട്ടയം തിരുവാതക്കലിലെ ഇരട്ടക്കൊലപാതകം CBI സംഘം കൊലപാതകം നടന്ന വീട്ടിലെത്തിയിരിക്കുകയാണ്. കൊല്ലപ്പെട്ട വിജയകുമാർ മീര ദമ്പതികളുടെ മകനായ ഗൗതമിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് നേരത്തെ ഉത്തരവിട്ടിരുന്നു. CBI ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. അവിടെ നിന്ന് ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഈ കൊലപാതകം എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യമായി ഇന്ന് ഉയർന്നു വന്നതുമാണ്. CBI സംഘം പോലീസുമായി ചർച്ച നടത്തുകയാണോ? എന്താണ് വിവരങ്ങൾ? സംഗീത, അതായത് ഈ മകൻ ഗൗതമിൻ്റെ മരണവും ഇന്ന് നടന്നിട്ടുള്ള ഈ വിജയകുമാറിൻ്റെയും മീരയുടെയും മരണങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായിട്ടും CBI സംഘം അന്വേഷിക്കുന്നത്. പോലീസും അക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തു നിന്നുള്ള CBI സംഘം ഈ കൊലപാതകം നടന്ന തിരുവാതിക്കലെ ശ്രീവത്സം വീട്ടിലെത്തിയത്. തുടർന്ന് ഇവിടെ അവർ പ്രാഥമികമായിട്ട് ചില പരിശോധനകൾ നടത്തി ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അല്പസമയം മുമ്പ് CBI സംഘം മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും 2017 ജൂൺ മാസം 3-ാം തീയതിയായിരുന്നു വിജയകുമാറിൻ്റെയും മീരയുടെയും മകനായിട്ടുള്ള ഗൗതം മരിച്ച നിലയിൽ കാണപ്പെടുകയുണ്ടായത്. ഏറ്റുമാനൂരിന് സമീപം ഒരു റെയിൽവേ ട്രാക്കിലാണ് ഗൗതമിൻ്റെ മൃതദേഹം കണ്ടെത്തുകയുണ്ടായത്. അന്ന് ഗൗതത്തിൻ്റേത് ആത്മഹത്യ ആയിരുന്നു എന്നുള്ളൊരു അനുമാനത്തിൽ പോലീസ് എത്തി. പക്ഷേ ആത്മഹത്യയല്ല, കൊലപാതകമായിരുന്നു എന്നുള്ള സംശയവും ആരോപണവുമായിട്ട് വിജയകുമാറും മീരയും അടക്കമുള്ള ഗൗതമിൻ്റെ രക്ഷിതാക്കൾ രംഗത്ത് വരികയായിരുന്നു. തുടർന്ന് ആ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജയകുമാർ തന്നെയാണ് കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി സമർപ്പിക്കുകയുണ്ടായത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഹൈക്കോടതി ആ കേസിൽ CBI അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിരുന്നത്. അതിനുശേഷം CBIയുടെ അന്വേഷണം കൃത്യമായിട്ട് ആരംഭിച്ചിട്ടില്ല എങ്കിൽ പോലും അന്വേഷണത്തിൻ്റെ പ്രാരംഭ നടപടികളിലൊക്കെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഘട്ടത്തിലാണ്, ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ വിജയകുമാറിൻ്റെയും മീരയുടെയും മരണങ്ങൾ കൂടി സംഭവിക്കുകയുണ്ടായത്. എന്തായാലും ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. രാവിലെ SP കോട്ടയം ജില്ലാ പോലീസ് മേധാവി നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് അതുമായി ബന്ധമുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു കാര്യമായിരുന്നു. SPയുടെ ഭാഗത്തു നിന്നും പ്രതികരണമായിട്ട് ലഭിക്കുകയുണ്ടായത്. എന്തായാലും CBI ഈ കാര്യത്തിൽ വിവരശേഖരണം നടത്തി പോയിട്ടുണ്ട്. അതുമായി ബന്ധമുണ്ട് എങ്കിൽ ആ രീതിയിലുള്ള അന്വേഷണമായിരിക്കും പോലീസിനോടനുബന്ധമായിട്ട് CBIയും നടത്തുന്നുണ്ടാവുക. എന്തായാലും പോലീസ് അന്വേഷണം ഈ കേസിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കോട്ടയം DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിൽ നിലവിൽ ഇപ്പോൾ പ്രതിയെപ്പറ്റി കൃത്യമായിട്ടുള്ള സൂചനകൾ ലഭ്യമായോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ SP പറഞ്ഞതനുസരിച്ച് കൃത്യമായിട്ട് തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം തന്നെ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുമെന്നാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി. ശരി ഗോകുൽ, തിരുവാതിക്കലിൽ നിന്നും ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോട്ടയം തിരുവാതിക്കലിൽ ദമ്പതികളെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളി എന്നാണ് സംശയം. 2 മൃതദേഹങ്ങളും വികൃതമാക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. കൊലപാതക ശേഷം CCTV ദൃശ്യം റെക്കോർഡ് ചെയ്യുന്ന DVR മോഷ്ടിച്ചാണ് പ്രതി ഒളിവിൽ പോയതെന്നും പോലീസ് പറയുന്നു. മകൻ ഗൗതമിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് മാതാപിതാക്കളും കൊല്ലപ്പെട്ടത്. തിരുവാതുക്കൽ എഴുത്തിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് വിജയകുമാറിനെയും ഭാര്യ മീരയെയും
കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 8:15 വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് മൃതദേഹങ്ങൾ ആദ്യം കണ്ടത്. ഇവർ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. രാവിലെ വന്ന് ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെന്നും പിന്നീട് വാച്ച്മാനെ വിളിച്ച് ഗേറ്റ് തുറന്നുവെന്നും മുന്നിലെ വാതിലിൽ കൂടി കയറിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടതെന്നും വീട്ടിലെ ജോലിക്കാരി രേവമ്മ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ആസം സ്വദേശി 6 മാസത്തോളം വിജയകുമാറിന്റെ തൊഴിലാളിയായിരുന്നുവെന്നും രേവമ്മ. രാവിലെ ഒരു 8:45 ആയപ്പോ ഞാൻ ഇവിടെ അകത്ത് വന്ന് വെല്ലടിച്ചിട്ട് കഥക് തുറക്കാഞ്ഞപ്പോ പിന്നെ ഇവിടെ നിൽക്കുന്ന വാച്ച്മാന്റെ ഫോണെ വിളിച്ച് അയാൾ വന്ന കഥക് തുറന്ന് ഞാൻ അകത്ത് കയറി അടുക്കള വെച്ച് ചെന്നപ്പോഴത്തേനും അടുക്കള കഥക് പൂട്ടിയിട്ടിരിക്കുന്നു. ഞാൻ വാതിലൂടെ വന്ന് കയറുമ്പോഴത്തേനും സാറിന്റെ മുകളിലോട്ട് എത്തി നോക്കിയപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് കാണും സാറ് അവിടെ കിടക്കുന്ന. അപ്പം സാറ് ഒരു ഇതൊന്നും ഇല്ലാതെ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് അയ്യോ ചേച്ചി എന്ന് പറയാം ചേച്ചിയുടെ മുറി ചേച്ചി മരിച്ചു കിടക്കുന്ന കാണുന്നു. രാവിലെ ആദ്യത്തെ മുറിയിലാണ് വിജയകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കിടപ്പുമുറിയിലായിരുന്നു മീരയുടെ മൃതദേഹം. രക്തം വാർന്ന നിലയിലും മുഖം വികൃതമാക്കിയ നിലയിലുമായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ. മൃതദേഹങ്ങളിൽ വസ്ത്രമുണ്ടായിരുന്നില്ല. വിജയകുമാറിന്റെ തലയിൽ അടിയേറ്റിട്ടുണ്ട്. അമ്മിക്കല്ല് ഉപയോഗിച്ച് ദമ്പതികളുടെ തലയ്ക്ക് അടിച്ചതിന്റെ ലക്ഷണവുമുണ്ട്. പ്രധാന വാതിൽ തുറന്നാണ് അകത്ത് കയറിയതെന്നും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ജനാല തുറന്നാണ് വാതിൽ തുറന്നതെന്നും കോട്ടയം SP ഷാഹുൽ ഹമീദ് പറഞ്ഞു. കോടാലി ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത്. ജോലിക്കാരിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. നിലവിൽ കസ്റ്റഡിയിൽ ആരുമില്ലെന്നും പ്രതിയെ ഉടൻ പിടികൂടുമെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു. വീടിന്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിന്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത്. ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വിജയകുമാറിന്റെ വീടിന്റെ മുന്നിൽ CCTV ഉണ്ട്. ഈ CCTVയുടെ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്ന DVR പ്രതി മോഷ്ടിച്ചതായും വ്യക്തിവൈരാഗ്യമാകാം കൊലപാതക കാരണമെന്നും പോലീസ് പറയുന്നു. ആഭരണങ്ങളൊന്നും മോഷണം പോയിട്ടില്ലെന്നതും വ്യക്തിവൈരാഗ്യമാകാം കൊലപാതക കാരണമെന്ന സംശയത്തിന് ബലം നൽകുന്നു. എന്നാൽ വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അസം സ്വദേശിയെ മാസങ്ങൾക്ക് മുമ്പ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. ഫോൺ മോഷ്ടിച്ചതിനാണ് തൊഴിലാളിയെ വിജയകുമാർ പിരിച്ചുവിട്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രധാന വാതിൽ വഴിയാണ് അകത്ത് കടന്നതെന്നും വാതിൽ തകർക്കപ്പെട്ടിട്ടില്ലെന്നും മുൻ കൗൺസിലർ ടിറ്റോ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വിദേശത്തുള്ള മകളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ടിറ്റോ. മുഖം നമുക്ക് കാണാൻ മേലാത്ത രീതിയിൽ തന്നെ മുഖം നല്ലപോലെ നശിച്ചിട്ടുണ്ട് രണ്ടുപേരുടെയും. അത് ഇദ്ദേഹം കിടക്കുന്നത് വിസിറ്റേഴ്സ് റൂമിലും നിലത്തും വൈഫ് കിടക്കുന്നത് ബെഡിലും. അപ്പം പോലീസ് പറയുന്നത് സ്വർണ്ണമൊക്കെ ഉണ്ട്, സ്വർണ്ണമൊന്നും മോഷണം പോയില്ല. മോഷണമല്ല ശ്രമം, ഇത് കൊലപാതകം, നിഷ്ഠൂരമായ കൊലപാതകം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം കൊലപാതകം നടന്നിട്ടും വീട്ടിലെ വളർത്തുനായ കുരയ്ക്കാതിരുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് കൗൺസിലർ ടോം കുര്യൻ പറയുന്നത്. വളർത്തുനായ ഇപ്പോഴും അവശനിലയിലാണ്. 6 മാസം മുന്നേ അവിടെ ഒരു ആസാം തൊഴിലാളി ഇവിടെ ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവദൂഷ്യം കൊണ്ട് അദ്ദേഹത്തെ ഇവിടുന്ന് പുറത്താക്കുകയും അദ്ദേഹം പോകുന്ന പോക്കിൽ ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ഉണ്ടായി. അത് പോലീസിൽ പരാതി കൊടുക്കുകയും അത് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു അവിടെ നടന്നത്. വിജയകുമാർ മീര ദമ്പതികളുടെ മകൻ ഗൗതമിനെ 2017 ജൂൺ 3 റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഗൗതമിന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. ശരീരത്തിൽ മുറിവുകളോടെയാണ് ഗൗതമിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ കേസ് CBI അന്വേഷിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് ദമ്പതികളെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന് പുറമെ മറ്റു ചില ബിസിനസ് സ്ഥാപനങ്ങളും വിജയകുമാറിന്റെ പേരിലുണ്ട്. ന്യൂസ് മലയാളം, കോട്ടയം.
കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവിന്റെ വീട്ടിൽ GST റെയ്ഡ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജിന്റെ വീട്ടിലാണ് പരിശോധന. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചതായി പരാതി. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, എന്താണ് സംഭവം? രാവിലെ 10 മണിയോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജിന്റെ വീട്ടിൽ ഇത്തരത്തിൽ GST എൻഫോഴ്സ്മെന്റ് വിഭാഗം റെയ്ഡിനെത്തിയത്. ആദ്യഘട്ടത്തിൽ റെയ്ഡിനോട് അനു താജ് സഹകരിച്ചില്ല. പിന്നീട് വലിയ രീതിയിൽ വീട്ടിനും പരിസരത്തുമുള്ള ആളുകൾ കൂടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ശൂർനാട് സിയുടെ നേതൃത്വത്തിൽ പോലീസ് ഇവിടെ എത്തിയ ശേഷമാണ് റെയ്ഡ് പുനരാരംഭിച്ചത്. റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. അനു താജ് വീടിനുള്ളിലാണുള്ളത്. അനു താജിന്റെ ബിസിനസ് വിവരങ്ങൾ, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി GST എൻഫോഴ്സ്മെന്റ് നിരീക്ഷണത്തിലായിരുന്നു. ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ റെയ്ഡ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക രേഖകളൊക്കെ തന്നെ GST എൻഫോഴ്സ്മെന്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. 10 മണിക്ക് ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പോലീസ് സുരക്ഷയിലാണ് ഈ റെയ്ഡ് ഇപ്പോഴും തുടരുന്നത്. സംഗീത. ശരി ഷമീർ, കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവിന്റെ വീട്ടിലാണ് GST റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഷമീർ അബ്ദുള്ളാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച നടക്കും. ഏപ്രിൽ 26-ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. റോമിലെ മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാരം. പൊതുദർശനം നാളെ 12:30 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കും.
പോപ്പ് ഫ്രാൻസിസിനെ അനുസ്മരിച്ച് താമരശ്ശേരി ബിഷപ്പ് ഫാദർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ ഈ കാലഘട്ടത്തിന്റെ വലിയ നഷ്ടം. മറ്റു മാർപ്പാപ്പകളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും ഹലോ മലയാളത്തിൽ ഫാദർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ. ഈ കാലഘട്ടത്തിന്റെ നക്ഷത്രമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ കാലത്തിന്റെ വലിയ നഷ്ടം. നൽകിയ സ്നേഹത്തിന് നന്ദിയെന്നും താമരശ്ശേരി രൂപത ബിഷപ്പ് ഫാദർ റെമിജിയോസ് ഇഞ്ചനാനിയൽ ഹെല്ലോ മലയാളത്തിൽ. ഈ കാലഘട്ടത്തിൻ്റെ നക്ഷത്രമായിരുന്നു മാർപ്പാപ്പ. നക്ഷത്രം നോക്കിയാണല്ലോ പൂജരാജാക്കന്മാർ സഞ്ചരിച്ച് യേശുവിനെ കണ്ടെത്തിയത്. മാർപ്പാപ്പ ഒരു നക്ഷത്രമായിരുന്നു. മാർപ്പാപ്പയുടെ കാൽപ്പാടുകളെ പിൻചൊല്ലുക ക്രൈസ്തവരുടെ ഉത്തരവാദിത്വമായിരുന്നു. ആ വലിയൊരു സഹായം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുടിയേറ്റ പ്രശ്നങ്ങളിൽ മാർപ്പാപ്പ സ്വീകരിച്ചത് ശക്തമായ നിലപാടുകൾ. അവർക്ക് വേണ്ടി അദ്ദേഹം മനോഹരമായ ശില്പം സ്ഥാപിച്ചു. ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം നേതാക്കളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. മാർപ്പാപ്പ കുടിയേറ്റക്കാർക്ക് പക്ഷം ചേർന്നുകൊണ്ട് മാർപ്പാപ്പ സംസാരിക്കുകയാണ്. എത്രയോ കുടിയേറ്റക്കാരെ നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങളുടെ ഭവനങ്ങൾ സ്വീകരിക്കുക. അവർ കടന്നു വന്നില്ലേ? അവർ ജീവിച്ച സാഹചര്യങ്ങൾ കടന്നു വന്നില്ലേ? മാർപ്പാപ്പ ചോദിക്കുന്നുണ്ട്. ലോക സമാധാനം എല്ലാ എല്ലാ നേതാക്കളോടും മാർപ്പാപ്പ ആവശ്യപ്പെടുകയാണ്. മറ്റ് മാർപ്പാപ്പകളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും ഫാദർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. യാതൊരു ഔപചാരികതയും ഇല്ലാതെ നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് നമ്മളെ സ്വീകരിക്കുക. നമുക്ക് എത്ര സമയം വേണമെങ്കിലും മാർപ്പാപ്പയോടൊപ്പം ചിലവഴിക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നു. അങ്ങനെ മാർപ്പാപ്പയുമായിട്ട് സംസാരിക്കുന്നത് വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമായിട്ടാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏഷ്യയെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന യാത്രകളെല്ലാം ഏഷ്യൻ രാജ്യങ്ങളിലേക്കായിരുന്നു. ഇന്ത്യയോടും സിറോ മലബാർ സഭയോടും അദ്ദേഹം പ്രത്യേക പരിഗണന നൽകിയിരുന്നുവെന്നും ഫാദർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. ഇന്ത്യയോടും വലിയ താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തികളെ വിശുദ്ധരായിട്ട് മാർപ്പാപ്പ ഉയർത്തി. അതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സാധാരണക്കാരോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് കർദിനാൾ ജോർജ് കൂവക്കാട്ടിന് നമുക്ക് നൽകിയത്. സ്നേഹത്തിനും സമാധാനത്തിനുമായി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീരാത്ത വേദനയാണെന്നും താമരശ്ശേരി രൂപത ബിഷപ്പ് ഫാദർ റെമിജിയോസ് ഇഞ്ചനാനിയൽ ഹെല്ലോ മലയാളത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചിച്ച് കായിക ലോകം. ലോകത്തെ മികച്ചതാക്കിയതിന് നന്ദിയെന്ന് ലിയോണൽ മെസ്സി കുറിച്ചു. എല്ലാവരും ഓർത്തിരിക്കുന്ന വ്യക്തിയായിരിക്കും പാപ്പയെന്ന് സച്ചിൻ അനുസ്മരിച്ചു. ഇറ്റാലിയൻ ലീഗ് മത്സരങ്ങൾ മാറ്റിവെച്ചു. ലോകത്തിന്റെ ദുഃഖമെല്ലാം തന്നിലേക്ക് ആവാഹിച്ച് സാന്ത്വനം നൽകുമ്പോൾ ഹൃദയത്തിന്റെ ഒരു കോണിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്തോഷമായിരുന്നു ഫുട്ബോൾ. തന്റെ ജന്മനാടായ അർജന്റീനയുടെ ആവേശം എന്നും കാത്തുസൂക്ഷിച്ച പാപ്പയെ കാണാൻ ലോക ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഒന്നൊന്നായി റോമിലെത്തിയ നിമിഷം കായിക ലോകം ഒരിക്കൽ കൂടി ഓർത്തെടുക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇല്ലാത്ത ലോകത്തിന്റെ ശൂന്യത ഓർമ്മിപ്പിച്ചാണ് സൂപ്പർ താരം ലിയോണൽ മെസ്സി അനുശോചനക്കുറിപ്പ് പങ്കുവച്ചത്. ലോകത്തെ മികച്ചതാക്കിയതിന് നന്ദിയെന്നായിരുന്നു മെസ്സിയുടെ വാക്കുകൾ. മാർപ്പാപ്പയുടെ അനുകമ്പയും സമർപ്പണവും എന്നും ഓർമ്മിപ്പിക്കപ്പെടുമെന്ന് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ. സമൂഹത്തിൽ കായിക ലോകം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് എന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുമായിരുന്നെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. ലോകത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും പാപ്പയ്ക്കൊപ്പമെന്നും ഇൻഫാന്റിനോ. ഇറ്റാലിയൻ ലീഗ് മാർപ്പാപ്പയുടെ മരണത്തിന് പിന്നാലെ മത്സരങ്ങളെല്ലാം മാറ്റിവെച്ചു. മയോർക്കയ്ക്കെതിരായ മത്സരത്തിന് മുന്നോടിയായി പരിശീലനത്തിനിടെ ബാഴ്സലോണ താരങ്ങൾ മൗനമാചരിച്ചു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. ലഹരി ഉപയോഗത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഫെഫ്കയുടെ താക്കീത്. ലഹരിയുടെ പിടിയിൽ നിന്ന് പുറത്തു വന്നാൽ സിനിമയിൽ തുടരാമെന്നും ഇനി ആവർത്തിച്ചാൽ കർശന നടപടിയെന്നും ബി ഉണ്ണികൃഷ്ണൻ. ഇത്തരം പെരുമാറ്റ ശീലങ്ങളുള്ള ആളുകളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നുള്ളതാണ്. ഷൈൻ
പ്രതിഭാധനനായ ആക്ടറാണ്, ചെറുപ്പക്കാരനാണ്. നമ്മൾ കുറ്റവാളികളെ കാണുന്നത് പോലെയല്ല ഇങ്ങനെയുള്ളവരെ കാണേണ്ടത്. ഇങ്ങനെ ഉള്ള ശീലങ്ങളിൽ അടിപ്പെട്ടു പോകുന്നവരെ അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ ആ മാനുഷികമായിട്ടുള്ള നിലപാടിനെ ദൗർബല്യമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. കർക്കശമായ സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ പരിഹരിച്ച് വന്നാൽ മാത്രമേ അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കൂ. അത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഇത് അവസാന അവസരമെന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഫെഫ്ക വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്? വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ശക്തമായൊരു താക്കീതാണ് ഫെഫ്കയുടെ ഭാഗത്തു നിന്നും ഷൈൻ ടോം ചാക്കോയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. കാരണം ഷൈൻ ടോം ചാക്കോയെ ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ഫെഫ്ക ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും ഒപ്പം തന്നെ പ്രസിഡന്റായിട്ടുള്ള സിബി മലയിലും ഇവർ രണ്ടുപേരും ഈ ഷൈൻ ടോം ചാക്കോയുമായി ചർച്ച നടത്തി. ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടു. ഇതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ബി ഉണ്ണികൃഷ്ണനാണ് പിന്നീട് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നതായി സ്വയം സമ്മതിച്ചു എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്. മാത്രമല്ല, തനിക്ക് ഏതെങ്കിലും ലഹരി വിമോചന കേന്ദ്രത്തിൽ ഒരു ചികിത്സ ആവശ്യമാണെന്ന് ഷൈൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ലഹരിയിൽ നിന്നും പുറത്തു വരാൻ ഷൈന് വലിയ ആഗ്രഹമുണ്ടെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഷൈൻ ടോം ചാക്കോയെ അകറ്റി ഓടിക്കുകയല്ല, ചേർത്ത് നിർത്തുകയാണ് ഇപ്പോൾ ഫെഫ്ക ചെയ്യുന്നത്. അത് ഫെഫ്കയുടെ ദൗർബല്യമല്ല, പകരം ഇതൊരു അവസാന അവസരമാണ്. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗം പൂർണ്ണമായി ഉപേക്ഷിച്ച് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ തുടരാം എന്ന് തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്. അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് മലയാള സിനിമയിൽ തുടരാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കൂടാതെ ഷൈനെ മാത്രമല്ല, ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന മുഴുവൻ നടന്മാരെയും വിളിച്ചു വരുത്താൻ തന്നെയാണ് ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. അവർക്ക് ശക്തമായ താക്കീത് നൽകാൻ ഫെഫ്ക തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിൻസിയുമായി ചേർന്നുകൊണ്ട് ഫെഫ്ക ഷൈൻ ടോമിന് മുന്നിൽ വയ്ക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്കം ശനിയാഴ്ച റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിൽ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ഖബറടക്കം. ഇന്ന് രാവിലെ വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് സംസ്കാര തീയതിയും സമയവും തീരുമാനിച്ചത്. നാളെ രാവിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പോപ്പിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനെത്തിക്കും. നിലവിൽ വത്തിക്കാനിലെ വസതിയായ സാന്റാ മാർട്ടയിലാണ് പോപ്പിന്റെ ഭൗതിക ദേഹമുള്ളത്. മേരിദാസനായ തനിക്ക് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ അന്ത്യവിശ്രമം ഒരുക്കണമെന്ന് 2022 തയ്യാറാക്കിയ വിൽപ്പത്രത്തിൽ അന്ത്യാഭിലാഷമായി അറിയിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. വത്തിക്കാൻ ചൊവ്വാഴ്ച പുറത്തുവിട്ട ഈ വിൽപ്പത്ര പ്രകാരമായിരിക്കും പോപ്പ് ഫ്രാൻസിസിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏപ്രിൽ 26 ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ഖബറടക്കം. കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീൻ ജിയോവാനി ബാറ്റിസ്റ്റ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കും. വിശ്വാസികൾക്ക് അവസാന ദർശനത്തിനായി ബുധനാഴ്ച രാവിലെ വത്തിക്കാൻ സമയം രാവിലെ 9:30 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം എത്തിക്കുമെന്നും വത്തിക്കാൻ അറിയിച്ചു. നിലവിൽ പോപ്പിന്റെ വസതിയായ വത്തിക്കാനിലെ സാന്റാ മാർട്ടയിലുള്ള പോപ്പിന്റെ ഭൗതികദേഹം കർദിനാൾമാരുടെ നേതൃത്വത്തിൽ വിലാപയാത്രയായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിക്കും. വത്തിക്കാൻ സൈന്യമായ സ്വിസ് ഗാർഡുകൾ യാത്രയ്ക്ക് അകമ്പടി വഹിക്കും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ അന്ത്യകുർബാനയ്ക്ക് ശേഷമായിരിക്കും ശവകുടീരമൊരുക്കിയ സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് പോപ്പിനെ എത്തിക്കുക. 2013 പോപ്പായി ചുമതലയേറ്റതു മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മബന്ധം പുലർത്തുന്ന പാപ്പയൽ ബസിലിക്കയാണ് സെന്റ് മേരീസ് മേജർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേരി ദേവാലയമായ ഇവിടുത്തെ കന്യാമറിയത്തിന്റെ ആശീർവാദം തേടിക്കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാന്റെ കർത്തവ്യത്വം ഏറ്റെടുത്തത്. പിന്നീട് ആ കർത്തവ്യവുമായി റോമിന് പുറത്തേക്ക് നടത്തിയ 100ഓളം അപ്പോസ്തലിക യാത്രകളെല്ലാം മാർപ്പാപ്പ ആരംഭിച്ചതും
അവസാനിപ്പിച്ചതും ആ സന്നിധിയിലാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ ആദ്യമായാണ് ഒരു പോപ്പ് വത്തിക്കാന് പുറത്തുള്ള ഒരിടം അന്ത്യവിശ്രമത്തിനായി തെരഞ്ഞെടുക്കുന്നത്. 7 മാർപ്പാപ്പമാർ സെന്റ് മേരീസ് മേജർ ബസിലിക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടെങ്കിലും 1669 ശേഷം ഇവിടെ അടക്കം ചെയ്യുന്ന ആദ്യത്തെ മാർപ്പാപ്പയാകും പോപ്പ് ഫ്രാൻസിസ്. അലങ്കാരങ്ങളില്ലാത്ത ഫ്രാൻസിസ്കസ് എന്ന് മാത്രം ആലേഖനം ചെയ്ത ശവകുടീരം ഇവിടെ പോപ്പിനായി ഒരുക്കും. സംസ്കാര ചടങ്ങുകളുടെ ചെലവ് ഒരു വികാരി വഴി പള്ളിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പോപ്പിന്റെ വിൽപ്പത്രത്തിൽ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഥമ വനിതയായ മെലാനിയ ട്രംപിനൊപ്പം സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അർജന്റീനിയൻ പ്രസിഡന്റ് ഹാവിയർ മിലി, ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ലുല ഡ സിൽവ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി എന്നിവരടക്കം ലോക നേതാക്കളുടെ സാന്നിധ്യവും ചടങ്ങിലുണ്ടാകും. ജനകീയനായ പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വൻ ജനാവലിയാണ് ഇതിനകം വത്തിക്കാൻ സിറ്റിയിലേക്ക് ഒഴുകിയെത്തുന്നത്. മുൻപ് 2023 മാർച്ച് 5 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ബെനഡിക്ട് 16 സംസ്കാര ചടങ്ങിൽ 50,000-ഓളം പേരാണ് പങ്കെടുത്തത്. അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് 1,95,000 പേരും. സ്നേഹം കൊണ്ട് ലോകത്തെ ചേർത്ത് പിടിച്ച ആത്മീയ ശക്തിയുടെ വിശുദ്ധ വെളിച്ചം കൊണ്ട് പ്രത്യാശയുടെ ചൈതന്യത്തിനു തിരിതെളിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, 20-ലേറെ ആളുകൾക്ക് പരിക്കേറ്റു. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചു. അമിത്ഷായോട് പഹൽഗാമിലെത്താൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും മനു അഖില ചേരുന്നുണ്ട്. മനു, ഇതെപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വിശദാംശങ്ങൾ. അഖില, ജമ്മു കാശ്മീരിലെ പഹൽഗാമിലാണ് ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത്. തെക്കൻ കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ബൈസാരൻ വാലിയുടെ മുകളിലാണ് ഈ വെടിവെയ്പുണ്ടായത്. ആയുധധാരിയായ അജ്ഞാതന്റെ വെടിയേറ്റ് 1-ലധികം പേർ കൊല്ലപ്പെട്ടതായും 20-ലേറെ ആളുകൾക്ക് പരിക്കേറ്റതായുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പല മാധ്യമങ്ങളും 2 മുതൽ 5 വരെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. ഈ 12 പേർ പരിക്കേറ്റ 20-ലധികം ആളുകൾ 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത വേറൊരു വിവരം കൂടി വരുന്നുണ്ട്. തീവ്രവാദ സംഘടനയായ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ ഒരു മുന്നണി സംഘടന കൂടിയാണ് ഈ TRF. ട്രക്കിങ്ങിന് പോവുകയായിരുന്ന സഞ്ചാരികളെയാണ് അജ്ഞാതർ ആക്രമിച്ചത്. അനന്ത്നാഗ് ജില്ലയിലെ അമർനാഥ് തീർത്ഥാടന കാലം ജൂലൈയിൽ ആരംഭിക്കാനിരിക്കുകയാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. വനമേഖലകളും മലകളും നിറഞ്ഞൊരു പ്രദേശമായതിനാൽ തന്നെ മറഞ്ഞിരുന്ന ഭീകരർ കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണിതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒരു ഭീകരനാണ് വെടിവെച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ 4-ലധികം പേരുണ്ടെന്നും ദൃക്സാക്ഷിമൊഴികളുണ്ട്. ട്രക്കിംഗ് സൈറ്റ് ആയതിനാൽ തന്നെ കാൽനടയായും കുതിരപ്പുറത്തും മാത്രമാണ് ഇവിടേക്ക് എത്താനാവുക. ഇത് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനും സൈനിക പ്രതികരണത്തിനും വെല്ലുവിളി ഉയർത്തിയിരുന്നു. സൈനിക ചോപ്പറുകളിലാണ് പരിക്കേറ്റവരെ പുറത്തെത്തിക്കാൻ സാധിച്ചത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അമിത്ഷായോട് കാശ്മീരിലേക്ക് പോകാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ആക്രമണത്തിന് പിന്നാലെ അടിയന്തര ഉന്നതതല യോഗം അമിത്ഷാ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ശ്രീനഗറിലേക്ക് ഉടൻ പുറപ്പെടുമെന്നും സുരക്ഷാ ഏജൻസികളുമായി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുമെന്നും സുരക്ഷാ അവലോകനം നടത്തുമെന്ന് അമിത്ഷാ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കത്വ മേഖലയിൽ ഉൾപ്പെടെ അടുത്തിടെ സൈനികരും ഭീകരരും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നെങ്കിലും അടുത്ത കാലങ്ങളിൽ സിവിലിയൻസിനെ ലക്ഷ്യം വെച്ച്, അതായത് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണമാണിത്. സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം ഭീരുത്വമാണെന്നും ഒമർ അബ്ദുള്ള പറയുന്നുണ്ട്. ഈ ആക്രമണത്തെ അപലപിച്ച് ഒരുപാട് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. DGPയുമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ആക്രമണത്തെ അപലപിച്ച് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച പരിശോധിക്കണമെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും മെഹബൂബ മുഫ്തി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ സൈന്യവും പോലീസും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സുരക്ഷാ സേന പ്രദേശം വളഞ്ഞ് തിരച്ചിൽ തുടരുകയാണ്. അഖില. ശരി, മനു അഖിലയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്തുന്നത് ഒരാഴ്ചത്തേക്ക് തടഞ്ഞ ഹൈക്കോടതി. കഴകത്തിന് പാരമ്പര്യ അവകാശം ഉന്നയിച്ച് ഇരിങ്ങാലക്കുട തെക്കേ വാര്യത്ത് TV ഹരികൃഷ്ണൻ അടക്കം നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട അവധിക്കാല ബെഞ്ചിന്റെ നടപടി. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നുണ്ട്. ഷബ്ന, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇത് തടഞ്ഞത്? ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്തുന്നത് ഒരാഴ്ചത്തേക്കാണ് കോടതി തടഞ്ഞിട്ടുള്ളത്. പാരമ്പര്യ അവകാശം ഉന്നയിച്ച് ഇരിങ്ങാലക്കുട തെക്കേ വാര്യത്ത് TV ഹരികൃഷ്ണൻ അടക്കം നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ, ജസ്റ്റിസ് P ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട അവധിക്കാല ബെഞ്ചിന്റെ നടപടി. ഹർജി വീണ്ടും 29-ന് പരിഗണിക്കാനായി കോടതി മാറ്റുകയും ചെയ്തു. ക്ഷേത്രത്തിലെ കഴകക്കാരെ നിശ്ചയിക്കാൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഏകപക്ഷീയമായ അധികാരം ഇല്ല എന്നായിരുന്നു തന്ത്രി കുടുംബത്തിന്റെ വാദം. ഈ വാദം അംഗീകരിച്ചാണ് കോടതി ഒരാഴ്ചത്തേക്ക് ഈ നിയമനം സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഈഴവ യുവാവായ ബാലുവിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ പുകഞ്ഞിരുന്നു. ഇതിനിടെയാണ് ഇത്തരം ഒരു നിയമപരമായ നീക്കം നടത്തുകയും കോടതിയിൽ നിന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിൽ നിന്നും സ്റ്റേ വാങ്ങുകയും ചെയ്തിട്ടുള്ളത്. അമ്പലത്തിലെ പ്രതിഷ്ഠ ദിന ചടങ്ങുകൾ ആരംഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഇത്തരം ഒരു സ്റ്റേ വന്നിട്ടുള്ളത്. ഏതായാലും തൽക്കാലത്തേക്ക് ഈ നിയമനം നടത്താനാവില്ല എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വാർത്തയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഹർജി ഇനി എപ്പോഴാണ് പരിഗണിക്കുക? അഖില, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹർജി 29-ാം തീയതിയാണ് വീണ്ടും പരിഗണനയ്ക്ക് എത്തുക. ഈ ഹർജി പരിഗണനയ്ക്ക് എത്തുന്നത് വരെ ഇതിൽ നിയമനം നടത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് കോടതിയുടെ ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലൊരു കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ കഴകം തസ്തികയിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റാങ്ക് പട്ടികയിൽ നിന്ന് നടത്തുന്ന ഒരാഴ്ചത്തേക്ക് തടഞ്ഞിട്ടുള്ളത്. അതും ഈ കഴകത്തിന് പാരമ്പര്യ അവകാശം ഉന്നയിച്ച്, അതായത് വാര്യർ സമുദായത്തിലുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ കഴകം ജോലി ചെയ്യാനാവൂ എന്ന് ഉന്നയിച്ച് ഇരിങ്ങാലക്കുട തെക്കേ വാര്യത്ത് TV ഹരികൃഷ്ണൻ അടക്കം നൽകിയിട്ടുള്ള ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ എക്സൈസ് ഓഫീസുകൾക്ക് ഡെപ്യൂട്ടി കമ്മീഷണറുടെ താക്കീത്. അമരവിള ചെക്ക് പോസ്റ്റും സ്പെഷ്യൽ സ്ക്വാഡും ഒഴികെയുള്ളവർ പ്രധാന കേസുകൾ കണ്ടെത്തുന്നില്ലെന്ന് വിമർശനം. കേസുകൾ കണ്ടെത്താത്തത് പ്രവർത്തന രീതിയിലെ അപാകതയെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ് ചേരുന്നു. അനുരാഗ്, ഈ ഒരു വിമർശനം ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ്? തിരുവനന്തപുരത്ത് കൃത്യമായ പരിശോധന നടക്കുന്നില്ല എന്ന ഏറ്റുപറച്ചിൽ കൂടിയാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഈ താക്കീത് എന്ന് വിലയിരുത്തേണ്ടി വരും. ഏപ്രിൽ 18 വരെ നടത്തിയ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിലാണ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് അതൃപ്തി. ദിവസേനയുള്ള അവലോകന യോഗത്തിൽ കൃത്യമായ പരിശോധന നടക്കുന്നുണ്ട് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഓഫീസുകൾ കേസുകൾ, അതായത് പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള കേസുകൾ എടുക്കാത്തത് പ്രവർത്തന രീതിയിലെ അപാകത എന്നാണ് ഡെപ്യൂട്ടി കമ്മീഷണർ കുറ്റപ്പെടുത്തുന്നത്. അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ലഹരി കേസുകളും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കണം. അതിൽ തിരുവനന്തപുരം വിലാസത്തിലുള്ളവരെ വീണ്ടും നിരീക്ഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അതിൽ എക്സൈസ് എടുത്ത കേസുകൾ മാത്രമല്ല, പോലീസ് എടുത്ത കേസുകളിൽ കൂടി ഉള്ള വിവരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടുള്ള അന്വേഷണം നടത്തി ആ പ്രതികളെ നിരീക്ഷിച്ച് കേസുകളുണ്ടോ, അവർ വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ, കടകളിൽ ഉള്ള വിവരങ്ങൾ നൽകിയത്. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെതിരായ വാതുവെപ്പ് ആരോപണത്തിൽ ടീം കായിക മന്ത്രിക്ക് പരാതി നൽകി. ലക്നൌവിനെതിരായ മത്സരത്തിൽ വാതുവെപ്പ് നടന്നെന്ന ആരോപണം രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ അഡ്ഹോക് കമ്മിറ്റി കൺവീനറാണ് ഉന്നയിച്ചത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുചീഷ് രവീന്ദ്രൻ ചേരുന്നുണ്ട്. രുചീഷ്, IPL ആവേശത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും വാതുവെപ്പ് ആരോപണം ഉയരുന്നത്. എന്തൊക്കെയാണ് വിശദാംശം? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 റൺസിന് കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് തോറ്റപ്പോഴാണ് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ അഡ്വോക്കറ്റ് കമ്മിറ്റി കൺവീനർ തന്നെ വലിയ ആരോപണവുമായി രംഗത്തെത്തിയത്. ഇത് രാജസ്ഥാൻ മത്സരം തോറ്റുകൊടുത്തതാണ് എന്ന് അദ്ദേഹം പറയുക മാത്രമല്ല, 2013-ലെ ഈ വാതുവെപ്പിൽ 3 താരങ്ങൾ, ശ്രീശാന്ത് അടക്കമുള്ള 3 താരങ്ങൾ പിടിയിലായ സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് വീണ്ടും വാതുവെപ്പിലേക്ക് ഈ രാജസ്ഥാൻ റോയൽസ് ടീം പോവുകയാണെന്ന തരത്തിലുള്ള പരാമർശമാണ് ജയ്ദീപ് ബിഹാനി
ഇറാനി MLA നടത്തിയത്. അദ്ദേഹം രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷന്റെ അഡ്വക്കറ്റ് കമ്മിറ്റിയുടെ നിലവിലെ കൺവീനർ കൂടിയാണ്. ഇത്തരമൊരു ആരോപണത്തിലാണ് ഇപ്പോൾ പരാതിയുമായി രാജസ്ഥാൻ റോയൽസ് രംഗത്തെത്തിയത്. ടീമിനെതിരെ വ്യാജ ആരോപണമാണ് ഉന്നയിച്ചത്. ഈ പറഞ്ഞതെല്ലാം അസത്യമാണ്. അത്തരത്തിലൊരു വാതുവെപ്പ് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഇത് ടീമിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കി. അതുകൊണ്ട് നടപടി വേണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ കായിക മന്ത്രിക്ക്, രാജസ്ഥാൻ കായിക മന്ത്രിക്ക് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിന് പരാതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും നടപടി വേണമെന്നാവശ്യപ്പെട്ട് BCCIയെയും മുഖ്യമന്ത്രിയെയും സമീപിക്കാനാണ് രാജസ്ഥാൻ റോയൽസിന്റെ തീരുമാനം. രുചീഷ് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതകത്തിൽ ദമ്പതികളുടെ മരണം തലക്കേറ്റ ക്ഷതം മൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയ്ക്ക് ക്ഷതമേറ്റതിനെ തുടർന്ന് രക്തസ്രാവമുണ്ടായി. വിജയകുമാറിന്റെ നെഞ്ചിലും ക്ഷതമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, അതിക്രൂരമായ കൊലപാതകമായിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ? മെഡിക്കൽ കോളേജിലാണ് ദമ്പതികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ചാണ് മരണകാരണം തലക്കേറ്റിട്ടുള്ള ക്ഷതമെന്ന് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് തലയ്ക്ക് ആഴത്തിൽ ക്ഷതമേറ്റതിനെ തുടർന്ന് നല്ല രീതിയിൽ രക്തസ്രാവം ഉണ്ടായി. ഇത് മരണത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പരിക്കേൽപ്പിച്ചത് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ വിജയകുമാറിന്റെ തലയ്ക്ക് മാത്രമല്ല നെഞ്ചിലും ക്ഷതമേറ്റിട്ടുള്ളതായിട്ട് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പുറത്തു വരേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ പോലീസ് രാവിലെ നമ്മളോട് സൂചിപ്പിച്ച കാര്യങ്ങൾ അത് തന്നെയായിരുന്നു ശരി എന്നുള്ളത് തന്നെയാണ്. അതായത് കോടാലി ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരുന്നു. അത് തന്നെ ആയിരിക്കാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആ രീതിയിൽ തന്നെയാണ്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉള്ള മുറിവുകളാണ് ഉള്ളതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നെറ്റിക്കടക്കം ദമ്പതികൾക്ക് മുറിവേറ്റിട്ടുണ്ടായിരുന്നു. കോടാലിയുടെ പിൻഭാഗം കൊണ്ട് മുഖത്ത് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളൊരു കാര്യവും പോലീസ് നമ്മളോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ അടിയിലായിരിക്കാം ആഴത്തിൽ ക്ഷതമേറ്റിട്ടുള്ളത് തലയ്ക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചതായിട്ട് പോലീസ് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി തുടർ നടപടികൾ ഏതു വിധത്തിലായിരിക്കും എന്നുള്ളത് പോലീസിന്റെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെയും കൂടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിജയകുമാറിന്റെയും മീരയുടെയും മകൾ വിദേശത്താണുള്ളത്. മകൾ കൂടി എത്തിയതിനു ശേഷമായിരിക്കും മറ്റു സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടാവുക. എന്തായാലും ഈ കൊലപാതകത്തിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ നിലവിൽ പിടികൂടാനായിട്ട് പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ കൃത്യമായിട്ട് ലഭ്യമായിട്ടുണ്ട് എന്ന് ജില്ലാ പോലീസ് മേധാവി ഉച്ചയ്ക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പോലീസിന്റെ അന്വേഷണ നടപടികളും പരിശോധനകളും ഒക്കെ ഇപ്പോഴും വീട്ടിൽ പുരോഗമിക്കുകയാണ്. ഇപ്പം CBI സംഘം കൂടി അല്പസമയം മുമ്പ് ഇവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിജയകുമാറിന്റെയും മീരയുടെയും മകൻ തിരുവാതുക്കൽ ഇരട്ട കൊലപാതകത്തിൽ ദമ്പതികളുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്. അങ്കമാലിയിൽ KSRTC ബസ് യാത്രക്കാരനെ ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. തിരുവനന്തപുരത്തേക്ക് പോയ KSRTC സ്വിഫ്റ്റ് ബസ്സിലെ യാത്രക്കാരനെയാണ് അങ്കമാലിയിൽ എത്തിയപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വിവരങ്ങളുമായി സഹിൻ ആന്റണി ഉണ്ട്. സഹിനി, ആക്രമണത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അതായത് ഈ യാത്രക്കാരൻ തൃശ്ശൂരിൽ നിന്നും കൊരട്ടിക്കായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. പക്ഷേ ഇയാൾ കൊരട്ടി എത്തിയപ്പോൾ ഉറങ്ങിപ്പോയി അങ്കമാലിയിൽ ഇറങ്ങുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ കണ്ടക്ടറോടും ഡ്രൈവറോടും ഇയാൾ ആവശ്യപ്പെട്ടു തന്നെ തിരികെ ഇറക്കി തന്നെമെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോകാനുള്ള സംവിധാനം ഒരുക്കി തന്നെമെന്നോ. ഇതോടുകൂടി ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. ഇയാളുടെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഡ്രൈവറിനും കണ്ടക്ടർക്കുമെതിരെ അങ്കമാലി പോലീസ് കേസെടുത്തു. മാത്രമല്ല ഇയാൾക്കെതിരെയും KSRTC ബസ് ജീവനക്കാരെ മർദ്ദിച്ചതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.
ഇനി വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. പാലക്കാട് ആമയൂർ കൊലപാതകത്തിൽ പ്രതി റജിയുടെ വധശിക്ഷ റദ്ദാക്കി സുപ്രീം കോടതി. ഭാര്യയും 4 മക്കളെയും കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ഹൈക്കോടതി വധശിക്ഷ വിധിച്ചത്. 2008 ജൂലൈ 8 മുതലായിരുന്നു കൊലപാതക പരമ്പര. 16 വർഷത്തെ നല്ല നടപ്പിൽ മാനസാന്തരം വന്നെന്ന് പരിഗണിച്ചാണ് സുപ്രീം കോടതി ഉത്തരവ്. മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് 2 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികൾ മാറ്റിവെച്ചു. വയനാട്ടിൽ ഇന്ന് വൈകുന്നേരം നടത്താനിരുന്ന എന്റെ കേരളം പ്രദർശന ഉദ്ഘാടനവും മാറ്റിവെച്ചു. മലപ്പുറം തിരൂരിൽ 15-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ യുവതിയെ പോക്സോ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. പാലക്കാട് കല്ലടിക്കോട് സ്വദേശി സത്യഭാമയെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനും പങ്കുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പീഡനത്തിന് സഹായിയായ യുവതിയുടെ ഭർത്താവ് സാബിക്ക് ഒളിവിലാണ്. ഇയാൾ ഭാര്യയുടെ ഒത്താശയോടെയാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്നും ദൃശ്യങ്ങൾ പകർത്തിയത് സാബിക്കാണെന്നും പോലീസ് പറഞ്ഞു. ലഹരിക്ക് അടിമകളായ സാബിക്കും സത്യഭാമയും 15-കാരന് ലഹരി നൽകാൻ ശ്രമിച്ചതായും സൂചനയുണ്ട്. പീഡന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി കുട്ടിയുടെ പക്കൽ നിന്നും ഇവർ പണം തട്ടൽ പതിവായിരുന്നു. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ. മുൻ MP AM ആരിഫിനെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, അഡ്വക്കേറ്റ് KR ഭഗീരഥൻ, VG മോഹനൻ എന്നിവരെയും പുതിയതായി സെക്രട്ടേറിയറ്റിലെത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് G രാജമ്മയെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി. സംസ്ഥാന കമ്മിറ്റി അംഗം K പ്രസാദ്, സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജൻ എന്നിവരെയും പ്രായപരിധിയെ തുടർന്ന് G വേണുഗോപാലിനെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കോഴിക്കോട് സ്വകാര്യ ബസ്സിൽ യാത്രക്കാരന് നേരെ ബസ് ഡ്രൈവറുടെ അതിക്രമം. പിൻസീറ്റിൽ യാത്ര ചെയ്ത മറ്റൊരു ബസ്സിലെ ഡ്രൈവറായ റംഷാദാണ് നിഷാദിനെ ആക്രമിച്ചത്. തോളിൽ കൈവച്ചതിലെ തർക്കമാണ് മർദ്ദനത്തിന് കാരണം. പന്നിരങ്കാവ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സംഭവം. പ്രതി റംഷാദ് പോലീസ് കസ്റ്റഡിയിൽ. വിലങ്ങാട് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഷെൽട്ടർ സ്ഥാപിക്കാൻ നടപടി ഉടൻ പുനരാരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം വീണ്ടും വിലങ്ങാട് സന്ദർശിക്കും. ആദ്യഘട്ട ധനസഹായം ലഭിച്ച 31 പേരുമായി ചർച്ച നടത്തും. സന്ദർശനത്തിന് ശേഷം 4 വാർഡുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. പാലം ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ വീതം നൽകുന്നത് ഏപ്രിൽ മാസം കൂടി തുടരുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് വയോധികരായ സഹോദരിമാരെ കാണാനില്ലെന്ന് പരാതി. ചാലിശ്ശേരി സ്വദേശികളായ ശാന്ത, അമ്മിണി എന്നിവരെയാണ് കാണാതായത്. ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയതായിരുന്നു ഇരുവരും. 2 പേരും ഫോൺ വീട്ടിൽ വെച്ചാണ് പോയത്. കുട്ടികളെ കോടതിയിൽ ഹാജരാക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. അസാധാരണ സാഹചര്യത്തിൽ ജാഗ്രതയോടെ മാത്രമേ കുട്ടികളെ കോടതിയിൽ ഹാജരാക്കാവൂവെന്ന നിർദ്ദേശം. കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് അവരെ കോടതിയിൽ എത്തിക്കുന്നത് മാനസികാവസ്ഥയെ ബാധിക്കും. മാന്യതയോടും സ്വകാര്യതയോടും കൂടി കുട്ടികളോട് പെരുമാറണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. CPI ദേശീയ നേതൃയോഗങ്ങൾ നാളെ മുതൽ തിരുവനന്തപുരത്ത്. സംസ്ഥാന കൗൺസിൽ ഓഫീസായ MN സ്മാരകത്തിലാണ് യോഗങ്ങൾ നടക്കുക. നാളെ രാവിലെ 10-ന് ദേശീയ എക്സിക്യൂട്ടീവ് ചേരും. സെപ്റ്റംബർ 21 മുതൽ 25 വരെ ചണ്ഡീഗഡിൽ നടക്കുന്ന 25-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട പ്രമേയം യോഗങ്ങളിൽ ചർച്ച ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. 24-ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി D രാജ പങ്കെടുക്കും. 25-നാണ് നേതൃയോഗങ്ങൾ അവസാനിക്കുന്നത്. കോഴിക്കോട് വടകര ചെമ്മരത്തൂരിൽ മണ്ണ് ഖനനത്തിനിടെ സംഘർഷം. ദേശീയ പാതയ്ക്കായി മണ്ണെടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മണ്ണെടുക്കൽ താത്കാലികമായി നിർത്തിവെച്ചു. റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ട 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. കൊല്ലമേരൂരിൽ വീടിന് തീവെച്ച ശേഷം ഗൃഹനാഥൻ തൂങ്ങി മരിച്ചു. ഏരൂർ സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത്. ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷം വീടിന് തീ കൊളുത്തുകയായിരുന്നു. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കേരള
സർവകലാശാലയിലെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ രണ്ടാം ഘട്ട പുനർപരീക്ഷ പൂർത്തിയായി. ഒന്നാം ഘട്ട പരീക്ഷ എഴുതാതിരുന്ന 6 വിദ്യാർത്ഥികളിൽ 4 പേർ ഇന്ന് പരീക്ഷ എഴുതി. ഇന്ന് പരീക്ഷ എഴുതാത്ത 2 വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കൺട്രോളർ മുഖേന സൗകര്യപ്രദമായ ദിവസം വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. MBA 3ാം സെമസ്റ്ററിലെ പേപ്പറായ പ്രോജക്ട് ഫിനാൻസിലായിരുന്നു പരീക്ഷ. ഈ മാസം 7-നാണ് ആദ്യഘട്ട പരീക്ഷ നടത്തിയത്. ഇതിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്കായാണ് ഇന്ന് രണ്ടാം ഘട്ട പരീക്ഷ സജ്ജമാക്കിയത്. ഇടവേള. The ultimate Malayalam news channel. News Malayalam 24/7. കണ്ണൂർ സർവകലാശാലയിലെ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രതി ചേർത്ത ഗ്രീൻവുഡ് കോളേജ് പ്രിൻസിപ്പൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. കാസർഗോഡ് സെഷൻസ് കോടതിയിലാണ് P. അജീഷ് ഹർജി നൽകിയത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സരീഷ് P. ചേരുന്നുണ്ട്. സരീഷ്, ഈ കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ നൽകിയ പരാതിയിൽ അജീഷ് പ്രധാന പ്രതിയാണ്. ഇപ്പോൾ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശം? കണ്ണൂർ സർവകലാശാലയുടെ BCA 6ാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികൾക്ക് തന്നെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബേക്കൽ പോലീസ് ഈ അന്വേഷണം ആരംഭിച്ചത്. ഈ പ്രിൻസിപ്പൽ അജീഷിന് കൃത്യമായി ഇതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസ് പ്രധാന പ്രതിയായി അജീഷിന്റെ പേര് ചേർക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഒളിവിൽ പോയ അജീഷാണ് ഇപ്പോൾ കാസർഗോഡ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. തനിക്ക് ഈ സംഭവത്തിൽ പങ്കില്ല, പ്രിൻസിപ്പൽ എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും തന്റെ ഭാഗത്തുണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്നും തന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ജാമ്യ ഹർജി ഇപ്പോൾ പരിഗണിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസിൽ പ്രധാന പ്രതിയായി അജീഷിനെ തന്നെയാണ് പ്രിൻസിപ്പൽ എന്ന രീതിയിൽ 2 മണിക്കൂർ മുൻപ് ഇദ്ദേഹത്തിന് ലഭിച്ച ചോദ്യപേപ്പർ മറ്റാരുടെയും സഹായമില്ലാതെ ഇദ്ദേഹം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് FIR-ൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പ്രധാന പ്രതി ചേർത്താണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഈ ഹർജി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ സർവകലാശാലയിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാന അധ്യാപകൻ മുൻകൂർ ജാമ്യ ഹർജിക്കായി കോടതിയെ സമീപിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സരീഷ് P.